ഹലോ ഗൈസ്, ഇന്ന് പിള്ളേർ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് ഒന്ന് വന്നതാട്ടാ. അപ്പോഴാണ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഉലുവ വെള്ളം വരെ റെഡി കേട്ടാ. രാത്രി കുറുമക്കറിക്കുള്ള സവാള വരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെയാണ് ഞാനും ഫാത്തിമയും കൂടിയിട്ട് ജാസിയുടെ വീഡിയോ ചെയ്യാനത്. അപ്പോൾ വാപ്പ പള്ളിയിൽ നിന്ന് വന്നോടിട്ട് ഞങ്ങൾ കയറി ഓടിയിട്ട് അകത്തേക്ക് കുറച്ച് ദിവസം എത്തിയിട്ട് കണ്ടായിരുന്നു വാപ്പാസ്. അപ്പോൾ ചെറിയ സ്നേഹപ്രകടനമൊക്കെ കേട്ടാ. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്ന് അസ്വാക്കുന്ന വയ്യാഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടതാണ് കേട്ടാ. അങ്ങനെ ഷിഫയ്ക്ക് ഒരു മൈലാഞ്ചി ക്ലാസ് ഉണ്ടായിരുന്നു. ഷിഫ എന്ന് പറഞ്ഞാൽ ഫാത്തിമ തന്നെയാണ്. അപ്പോൾ അവൾക്ക് വീഡിയോ ഇട്ട് കൊടുക്കാനായിട്ട് ഓർഗാനിക്കിൻ്റെ മെഹന്തി വേണം എന്നിട്ട് 3-4 കടയിൽ കയറിയിട്ടാണ് ട്രിപ്രയാറ്. അപ്പം ഒരു കടയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മാഫാമി കയറി ചായ കുടിക്കാനായിരുന്നു പ്ലാനിങ് കേട്ടോ. ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഷിഫ പറഞ്ഞു എന്നാൽ എനിക്ക് ലൈം തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മറ്റേ ബർഗർ പാതിരുത്ത ഒരു ചിക്കൻ വെച്ചിട്ടുള്ള സംഭവമാണ് ആ ബായിനോട് ചോദിച്ചപ്പോൾ. അപ്പോൾ അതന്നെ ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടാളും കഴിക്കാനിരുന്ന് വലിയ പ്രതീക്ഷയോടൊക്കെ ഇരുന്നതാണ്. തുറന്നു നോക്കിയപ്പോൾ അതിൽ ചിക്കൻ്റെ ഒക്കെ നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ കഴിച്ച് വന്നപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിഷ്ടമായില്ല. ഷിഫയും പറഞ്ഞു വലിയ സുഖം ഉണ്ടായിരുന്നില്ല എന്നിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് മയങ്ങി പിടിച്ച് വന്ന് തിരിച്ച് പോകുമ്പോഴാണ് ഗായ്സ് ട്വിസ്റ്റ്. എന്താണ് ആ ട്വിസ്റ്റ്? വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു ഗൈസ്. അപ്പം എന്ത് വിചാരിച്ച് വാപ്പാനെ വിളിച്ചപ്പോൾ വാപ്പ പറഞ്ഞു അതങ്ങനെ തന്നെ വരുള്ളൂ, അത് നിന്റെ തെറ്റല്ല, അതെൻ്റെ തെറ്റാണെന്ന് പറഞ്ഞു. അതോടുകൂടി മതി ഗൈസ്. ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി വെച്ചിട്ട് ഞങ്ങൾ നടന്നു ഗൈസ്. ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയാണ് കേട്ടോ. അപ്പം ഓക്കെ, ബൈ.